ഞാനും മനുഷ്യനാണ്. ആളുകൾ എന്നെക്കുറിച്ച് മോശം പറയുമ്പോൾ, എന്നെ കൂവി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും വേദനയുണ്ട്. പക്ഷേ ഓരോ 2-3 ദിവസത്തിനകം വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി സ്വയം പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നതാണ് ഒരു ആശ്വാസം. തീർച്ചയായിട്ടും എൻ്റെ സഹതാരങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊണോക്കോക്കെതിരെ റയൽ മാഡ്രിഡിനായിട്ട് മിന്നും പ്രകടനം നടത്തി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടിക്കഴിഞ്ഞ ശേഷം വിനി ജൂനിയർ പറഞ്ഞ വാക്കുകളാണിത്. അതിന് തൊട്ടു മുമ്പുള്ള മത്സരത്തിൽ വിനിയെ ടാർഗറ്റ് ചെയ്ത് കൂവി റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ. എന്തിൻ്റെ പേരിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിനി തന്നെ പറയുന്നുണ്ട്. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനലിൽ റയൽ ബാഴ്സയോട് തോൽക്കുമ്പോൾ ആ കളിയിൽ ഏറ്റവും മികച്ച പ്രകടനം റയലിനായിട്ട് നടത്തിയത് ഇതേ വിനിയായിരുന്നു. ജിദ്ദയിൽ നിന്ന് പറന്നിറങ്ങി മറ്റു സുപ്രധാന താരങ്ങളൊക്കെ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ അടുത്ത മത്സരത്തിനായിട്ട് വീണ്ടും ടീമിനോടൊപ്പം കോപ്പ ഡെൽ റേ കളിക്കാൻ പോയി. അതും ചെയ്തത് വിനിയാണ്. പക്ഷേ ആ തോൽവിയുടെ ഭാരം കൂടി വിനിയുടെ തലയിലിടാനാണ് പലരും ശ്രമിച്ചത്. ആരാധകർ ടാർഗറ്റ് ചെയ്ത് കൂവി വിളിക്കുക. എംബപ്പെ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കൂവാം, പക്ഷേ അത് ഹോൾ ടീമിനെ ആയിരിക്കണം. ഓരോ താരങ്ങളെ നിങ്ങളും മാറ്റി നിർത്തി കൂവുകയല്ല വേണ്ടത് എന്ന്. അങ്ങനെ അപമാനം സഹിച്ച് നിൽക്കുമ്പോഴും തൻ്റെ സർവ്വം സമർപ്പിച്ചാണ് വിനി ജൂനിയർ ഇന്നലെ കളിക്കളത്തിൽ നിന്നതും മികച്ച പ്രകടനം നടത്തിയതും. അദ്ദേഹത്തിന് അത്രയധികം സപ്പോർട്ട് ആൽവാരോ ആർബിലോ എന്ന പുതിയ കോച്ച് കൊടുക്കുന്നുണ്ട്. കോച്ച് ഇന്നലെ പറഞ്ഞില്ലേ, വിനിയുടെ ഹഗ്, അതായത് ഗോളടിച്ചിട്ട് വിനി ചെന്ന് സെലിബ്രേഷൻ നടത്തി ഹഗ് ചെയ്യുന്നുണ്ടല്ലോ, വിനിയുടെ ഹഗ് കിട്ടിയത് എനിക്കല്ല, മൊത്തം റയൽ മാഡ്രിഡിനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും വിനി ജൂനിയർ ഇന്നിപ്പോൾ റയൽ മാഡ്രിഡിനായിട്ട് മികച്ച പ്രകടനം നടത്തിയിട്ട് ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ ബ്രസീലുകാരുടെ ലിസ്റ്റിൽ അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സാക്ഷാൽ കക്കയ്ക്കൊപ്പം 30 ഗോളുകളുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. റിവാൾഡോയെ മറികടന്നു കഴിഞ്ഞു. ഇനി മുന്നിലുള്ളത് നെയ്മർ ജൂനിയർ മാത്രമാണ്. റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിലോ 30 അസിസ്റ്റുകൾ, അദ്ദേഹം 2ാമതാണ്. ബെൻസിമയെ മറികടന്നു കഴിഞ്ഞു. 31 അസിസ്റ്റുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 1ാമത്. അതായത് അവിടെയും അദ്ദേഹം ആ റെക്കോർഡിന് തൊട്ടരികിലാണ്. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. കൂവുന്നവർക്ക് കൂവാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, മോശം ചാൻറ്റുകൾ പാടുന്നവർക്ക് അതുമാവാം. പക്ഷേ വിനി എപ്പോഴേ ലെജൻഡുമാർക്കിടയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു.